മെനു കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെനു കാർഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അശ്വതി കണ്ടില്ല, മീനിൻ്റെ ആകൃതിയിൽ ഫോർട്ട് കൊച്ചിൻ തുറന്നു കഴിഞ്ഞാൽ അത് ഈ മെനു കാർഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ്. നല്ല കളർ, മഞ്ഞ കളർ. ഓക്കെ, മെനു കാർഡ് തുറക്കുകയാണെങ്കിൽ ലഞ്ച്, മലബാർ ഫിഷ് മീൽസ്, പിന്നെ അവരുടെ സ്പെഷ്യൽ ലഞ്ചുണ്ട്, ഫ്രഷ് ഫിഷ് തവ ഫ്രൈ കാണുന്നില്ല, പിക്ചേഴ്സും ഉണ്ട്, പിന്നെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ യുവർ ഫിഷ് കറീസ്, അതായത് നമ്മുടെ മലയാളികൾക്ക് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കുറേ കറികളുണ്ടല്ലോ, മുളകിട്ടത്, കുമരകം കറി, മാങ്ങ കറി, ഗോവ കറി, മസാല കറി, അതാണ് യുവർ ഫിഷ് കറീസ്. പിന്നെ അവർ സിഗ്നേച്ചർ ഫിഷ് തവ ഫ്രൈ, ഇത് ഭയങ്കര സെലക്ട് ചെയ്യാം. ആദ്യം കണ്ണാടി കൂട്ടിൽ നോക്കിയിട്ട് എന്ത് ഫിഷിനെ ഏത് രൂപത്തിൽ വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഏകദേശം എത്ര സമയമായിരിക്കും? 20 മിനിറ്റ്സിലാണ് തവ ഫ്രൈ ചെയ്യാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മീൻ കഴിക്കുമ്പോൾ അത് നമ്മൾ പഴമീനിയുടെ കൂടെ തലേ ദിവസം മീൻ, പക്ഷേ ഇവിടെ തലേ ദിവസം സെർവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഓക്കെ. ദിസ് ഇസ് സാം ആണ് വൺ ഓഫ് ദ പാർട്ട്ണർ. ഈ ഫോർട്ട് കൊച്ചി എന്നുള്ള പേരിടാൻ എന്താണ് സംഭവം? കുറേ പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് കിട്ടിയപ്പോൾ ഒരു നല്ലൊരു പേരായിട്ട് വരുന്നത്. എല്ലാവരും ഓരോരോ രീതിയിൽ കാണുമ്പോൾ ഇത് ഇച്ചിരി വ്യത്യാസമായിട്ടിരിക്കട്ടെ. പിന്നെ നമ്മുടെ ഒരു സ്ഥലം കേരളമല്ലേ, അപ്പോൾ അതിന് കേസായിട്ടുള്ള വെച്ചിട്ട് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് തുടങ്ങുമല്ലോ. ഉച്ചയ്ക്ക് എത്ര മണിക്ക് തുറക്കും? 12 മണിക്ക്. 12 മണിക്ക്. അതെ, 12 മണിക്ക് സ്പെഷ്യൽ ലഞ്ച്, ബിരിയാണി. പിന്നെ ലഞ്ചിൻ്റെ കൂട്ടത്തിൽ ബിരിയാണി ലഞ്ചുണ്ട്, പിന്നെ ചെറിയ ഫിഷുകളുണ്ട്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ മത്തി, അയല, ചാമയുണ്ട്, പിന്നെ പിന്നെ ബിരിയാണി ഉണ്ട്. ഫിഷ് ബിരിയാണി. അപ്പം ഉച്ചയ്ക്ക് 8-9 ഐറ്റം ഫിഷിൻ്റെ തന്നെ ചെറിയ ഫിഷുകൾ കാണും. അത് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും, ഓരോരോ മീനുകൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഓക്കെ, ശരി. അപ്പം ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എത്ര മണിയുണ്ട് ലഞ്ച്? 3 മണി. 3 മണി ലഞ്ച്. ചിലപ്പോൾ ഒരു 3:30-3:45 വരെ കഥങ്ങനെ പൊക്കോളും. എന്നാലും ഒരു 3 വരെ കാണാം. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് 6 തുടങ്ങും, 6 മണിക്ക് തുടങ്ങും. അതെ, 6 തൊട്ട് 12 മണി. ഞാനൊരു പ്രാവശ്യം ഇവിടുന്ന് വന്ന് കഴിച്ചിട്ടുണ്ട്. അശ്വതി മാത്രമല്ല, ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് മീനും ദോശയും, നല്ല തട്ട് ദോശ, അല്ല, ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫിഷ് മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ കണ്ണാടിക്കൂട്ടിൽ. അത് ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചു. പറഞ്ഞു ഓൾറെഡി പോയെന്ന് പറഞ്ഞു. നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നതിന് രാവിലെ ഫ്രഷായിട്ട് ഇത് കൊണ്ടുവരും. നമ്മൾ അത്ര നമുക്ക് തന്നെ ഒരു ക്വാണ്ടിറ്റി അറിയാം. ആ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മളത് കൊണ്ടുവന്നിട്ട് ആ ഒരു ഇതിൽ നോക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ കൊണ്ടുവച്ചിട്ട് നമ്മളതിന്റെ പിറ്റേ ദിവസത്തെ വെക്കത്തില്ല. അത് പിറ്റേ ദിവസം വെക്കാം. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രഷായിട്ട് കൊണ്ടുവരും, ഫ്രഷായിട്ട് നമ്മൾ ഇത് ചെയ്യുക. അതുകൊണ്ട് അപ്പോൾ ഈ ഉച്ചയ്ക്ക് നിങ്ങൾ പറഞ്ഞു മീൽസിന്റെ കൂടെ ഓരോ ദിവസവും ഒരു ഡിഫറെന്റ് ഐറ്റംസ് ആയിരിക്കും ഫിഷിന്റെ തന്നെ. അതേപോലെ ഈവനിങ്ങും അതേപോലെ തന്നെ. ഈവനിങ് അതേപോലെ തന്നെ. അപ്പം വെള്ളിയാഴ്ച ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിരിക്കും. അതെ, വീക്ക് ഡേയ്സിലാവുമ്പോൾ സ്പെഷ്യൽ ആയിരിക്കും. അതല്ലേ. ഇന്നെന്താ സ്പെഷ്യൽ? ഇന്നെന്താ ദിവസം? ഇന്ന് ചൊവ്വാഴ്ച. ഇന്ന് നോർമലായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ നാളെ മറ്റന്നാളൊക്കെ തുടങ്ങി കപ്പ എഡിഷൻ ആയിട്ട്. കപ്പയുണ്ടല്ലേ? ഓക്കെ. 3 ദിവസം കപ്പ ഇത് കാണും എഡിഷൻ ആയിട്ട്. ഓക്കെ, ശരി. ഈവൻ ഞാൻ നിങ്ങളുടെ മെനു കാർഡ് നോക്കിയപ്പോഴുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയത് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടിയും ഇവിടെ കിട്ടുന്നുണ്ട്. കുറുമ, മപ്പാസ്, വറുത്തരച്ചത്, ഫിഷ് മോളി, അത്യാവശ്യം എല്ലാത്തിനും നല്ലൊരു റീസണബിൾ റേറ്റ് ആണ്. 12, 14. അപ്പം ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്യാണ് ഒരു കറി. അപ്പം നിങ്ങൾ ആ കണ്ണാടിക്കുട്ടി ഇരിക്കുന്ന അതിൽ നിന്നും എടുത്താണ് അപ്പം തന്നെ വെക്കുന്നത് അല്ലേ? അങ്ങനല്ലേ സംഭവം? കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. കറികൾ നേരത്തെ ഉണ്ട്. ഫ്രൈ മാത്രം ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനെ സെർവ് ചെയ്യാം. നമ്മുടെ ഷെഫ് എവിടുന്നാണ്? ഷെഫ് ഞാൻ നേരത്തെ പരിചയപ്പെട്ടു. പുള്ളി നേരത്തെ എക്സ്പീരിയൻസ്. പുള്ളി എറണാകുളം തന്നെയാണ്. എവിടുന്ന് പുള്ളി കുറെ വർഷത്തായിട്ട് ഇങ്ങനെ നാട്ടിൽ തന്നെ ഉണ്ടാകുക. പിന്നെ ഇവിടെ വന്നിട്ട് നല്ല പുള്ളി ആദ്യമായിട്ടാണല്ലോ. ഓക്കെ, ശരി. പക്ഷേ നല്ലൊരു തീർച്ചയായും അല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ നല്ല റിവ്യൂ ആണ് തരുന്നത്. ഉച്ചക്കത്തെ മീൽസ് കഴിച്ചാലും അതിനകത്ത് നല്ലൊരു ഇതായിട്ട് നമ്മൾ നല്ലൊരു മീൽസ് കൊടുക്കും. ഈവൻ ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര എളുപ്പം. ഇത് പ്രോൺസ് ഫ്രൈ ആണ്. സ്പെഷ്യൽ മീനിൻ്റെ ഷേപ്പിലുള്ള ഒരു പ്ലേറ്റിലാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചത്. പിന്നെന്താ? നെയ്മീൻ. സോറി.
തുള്ളിച്ചിരിക്കുകയാണ് നമ്മുടെ മെയിൻ മീൻ. അടിപൊളി. ഇതും ഒരു ചെറിയ തട്ടുദോശയും അല്ലേ. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ തവ ഫ്രൈ. ഇതൊരു ഫിഷിന്റെ ഒരു വലിപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ കൈയുടെ അത്രയുണ്ട് ഫിഷ്. ഓക്കെ, ഇതുണ്ടോ? ഓ മൈ ഗോഡ്. അതിന് കൂടെ ചെറിയ ചട്നി ഉണ്ട്. ഓക്കെ, ചെറിയ ചട്നി ഉണ്ട്. ഇതിപ്പോൾ ഗ്രീൻ ചില്ലിയിൽ